താങ്കളുടെ ലൈഫിൽ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാനായി താങ്കൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി നമുക്ക് ഇപ്പം ഞാനെന്നല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വലിയ ടെക്നിക്കൽ ടേംസിലോട്ടൊന്നും നമുക്ക് പോകണ്ട. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് വരുന്ന ചിലവുകളെക്കുറിച്ചും നമുക്ക് വരുന്ന വരുമാനത്തെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ സാലറി കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ സാലറി മാത്രമായിരിക്കും അവർക്ക് ഇൻകം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇൻകം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വരുമാനം കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ്, എനിക്ക് എത്ര രൂപയൊക്കെയാണ് എനിക്ക് വരുമാനം വരാനുള്ളത്, ഇപ്പോൾ ഒരു മാസം എനിക്ക് ഇത്ര രൂപ വരുമാനം വരാനുണ്ട് എന്നൊരു കണക്കുണ്ട്. അതിലെനിക്ക് എന്തിനൊക്കെയാണ് ചിലവ് വരുന്നത്. എനിക്കിപ്പോൾ വീട്ടിലാവശ്യങ്ങൾക്ക് ചിലവുകളുണ്ടാവും, അതല്ലാണ്ടുള്ള ചിലവുകളുണ്ടാവും. പല രീതിയിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫിക്സഡ് എക്സ്പെൻസസ് ഉണ്ടാവും, വേരിയബിൾ എക്സ്പെൻസസ് ഉണ്ടാവും, അല്ലേ? പല രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡ്രിങ്ക്സ്, ട്രാവലിംഗ് കാര്യങ്ങൾ, ഹോട്ടൽ കാര്യങ്ങൾ, അതിന് നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിലായിരിക്കും നമുക്ക് സ്പെൻഡിങ് വരുന്നത്. അപ്പം നമ്മളുടെ ചിലവുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ്